നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെറോസിമെൻറ്റിനെ കുറിച്ചാണ്. ഫെറോസിമെൻറ്റ് എന്താണ്, അതിൻ്റെ ഉപകാരങ്ങൾ, ദോഷങ്ങൾ എന്നുള്ളതാണ് ഈ വീഡിയോയിലുള്ളത്. ഫെറോസിമെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കിച്ചൺ കബോർഡ് ഇങ്ങനത്തെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഫെറോസിമെൻറ്റ് ഉപയോഗിക്കുന്നത്. ഫെറോസിമെൻറ്റ് തിക്നെസ് സാധാരണ വരൽ 16 mm ആണ് തിക്നെസ് വരൽ. ഫെറോസിമെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് മണലും പിന്നെ സിമെൻറ്റും ഉപയോഗിച്ചാണ് ഉപയോഗിക്കൽ. പിന്നെ ഇതിൽ നമ്മൾ ടെൻസിൽ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചിക്കൻ മെഷാണ്. മറ്റേ നമ്മളെ കോൺക്രീറ്റ് സ്റ്റീലല്ല ഉപയോഗിക്കുക, സ്റ്റീലിൻ്റെ പകരമായാണ്ട് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ചിക്കൻ മെഷ്. വളരെ തിന്നായിട്ടുള്ള 1 mm തിക്നെസ് ഉള്ള ഡയമീറ്ററുള്ള ചിക്കൻ മെഷാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കൽ. പിന്നെ ഇതിൻ്റെ ഉപകാരങ്ങൾ പറഞ്ഞാൽ മെയിനായിട്ടുള്ള ഒരു ഉപകാരം എന്ന് വെച്ചാൽ ഇത് ലോ കോസ്റ്റ് ആയിരിക്കും. നമ്മൾ വേറെ മെറ്റീരിയൽസ് കൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടി ലോ കോസ്റ്റിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 700-750 റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ് എന്നുള്ള നിലക്ക് ലേബർ അടക്കം ചെയ്യാൻ പറ്റും. നമ്മൾ വി ബോർഡും മറ്റേതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെത് നമ്മളെ ചെതലരിക്കൽ, അതാണ് അടുത്തൊരു അഡ്വാൻറ്റേജ്. ചെതൽ കയറാത്ത മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇതിൻ്റെ പ്രതലം നമുക്ക് അണ്ടുലേഷൻ ഉള്ള പ്രതലവും, അപ്പോൾ നമ്മൾ പുട്ടിയിട്ട് ഷേപ്പ് ആക്കേണ്ടി വരും. പിന്നുള്ളത് ഇത് വാട്ടർ ചെറുങ്ങനെ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് വാട്ടർ നിൽക്കുന്ന ഏരിയയിലാണെങ്കിൽ പൂപ്പലും ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു കിച്ചൺ കബോർഡ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ ഡോറും അതിൻ്റെ ഡോറും പിന്നെ നമുക്ക് മേലെ ഷീറ്റൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഏത് രീതിയിലും ആക്കാൻ പറ്റും. ഡോർ നമുക്ക് വേണമെങ്കിൽ വേറെ മെറ്റീരിയൽസ് കൊണ്ട് ചെയ്യാൻ പറ്റും.